പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. കേരളക്കര മുഴുവനും കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഷയമാണ് PSC വിഷയം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി PSC പരീക്ഷ എഴുതി കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റ് പേരും വന്നിട്ട് അവർക്ക് തൊഴിലില്ല. അവർ നീതിക്കായിട്ട് മുട്ടുകാലിൽ ഇഴയുന്നു. അതുപോലെ തന്നെ ഓണത്തിന് മണ്ണുവാരി തിന്നുന്നു. നിരവധി സമരങ്ങളാണ് കഷ്ടപ്പെട്ട് പഠിച്ച് PSC ലിസ്റ്റിൽ വന്നിട്ടും അവർക്ക് ജോലി കിട്ടാതെ വരുന്നത്. അത്തരത്തിൽ യുവമോർച്ച ഏറ്റെടുത്ത വലിയ സമരം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മുഴുവൻ ജില്ലകളിലും ആ സമരം ആഞ്ഞടിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷം ഭരിച്ച ഇടത് സർക്കാർ ഈ PSC പഠിച്ച കുട്ടികളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവർക്ക് അർഹതപ്പെട്ടിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടില്ല. കോൺഗ്രസ് ഭരണം മാറി വന്നപ്പോൾ ആ കഷ്ടപ്പെട്ട് പഠിച്ച റാങ്ക് ഹോൾഡേഴ്സ് കുട്ടികൾ വിചാരിച്ചു, ഇത്തവണയെങ്കിലും ഒരു മാറ്റം വരും, ഞങ്ങൾക്ക് പ്രതീക്ഷ അർപ്പിക്കാം എന്ന് വിചാരിച്ചു. ഈ ഗവൺമെൻറ് മാറി വന്നിട്ടും ഒരു മാറ്റവും അവർക്ക് സംഭവിക്കുന്നില്ല. റാങ്ക് ഹോൾഡേഴ്സ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരവധി സമര മുഖങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും തിരുവനന്തപുരം സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് നടക്കുന്ന വലിയ സമരം, സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന വലിയ സമരം, ആ സമരത്തിന് എല്ലാ ജനവിഭാഗങ്ങളുടെയും പിന്തുണ അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ റാങ്ക് ഹോൾഡേഴ്സ് കുട്ടികളുടെ, മാതാപിതാക്കളുടെ, ഗുരുജനങ്ങളുടെ, നാട്ടുകാരുടെ ഒക്കെ വലിയ സഹകരണം ആ സമരത്തിന് പ്രതീക്ഷിക്കുന്നു. തിരുവനന്തപുരം ജില്ലയുടെ, സൗത്ത് ജില്ലയുടെ പരിപാടി ആ വിജയത്തിലേക്ക് വേണ്ടിയിട്ട് ഒരുപാട് ചിത്രങ്ങൾ ഒപ്പിയെടുക്കുവാൻ വേണ്ടിയിട്ട് ഞാനും ആ യുവമോർച്ച സമരത്തിന് പങ്കെടുക്കുകയാണ്. തീർച്ചയായിട്ടും ഇതൊരു വലിയ സമരമാണ്. അവർ പരീക്ഷ എഴുതി അവിടെ ഇന്നും സമരം തുടർന്നുകൊണ്ടിരിക്കുന്ന PSCയുടെ കുട്ടികൾക്ക് വലിയൊരു ശുഭ പ്രതീക്ഷ നൽകുന്നതാണ് യുവമോർച്ചയുടെ ഇത്തരത്തിലുള്ള സമരങ്ങൾ. തീർച്ചയായിട്ടും VD സതീശൻ വളരെ ബഹുമാനത്തോടു കൂടി തന്നെ VD സതീശനോട് പറയുന്നു, കേരള മുഖ്യമന്ത്രിയോട് പറയുന്നു, നിങ്ങൾ കാണിക്കുന്നത് വഞ്ചനയാണെന്ന് 100 പ്രാവശ്യം പറഞ്ഞാലും മതി വരില്ല. കാരണം ഉറക്കം ഒഴിച്ചിരുന്ന് പല കുട്ടികളുടെയും ഒരു 25, 27 വയസ്സ്, 30 വയസ്സിനകത്തുള്ള ആൾക്കാരുടെ ഒരു സ്വപ്നമാണ് അവർക്കൊരു ജോലി ലഭിക്കുക. അവർ ഇന്നേ വരെ എനിക്ക് തോന്നുന്നു വേറെ ഒരു ജോലിക്കും പോയിട്ടുണ്ടാവില്ല. കഷ്ടപ്പെട്ട് രാവും പകലും ഒക്കെ പഠിച്ച് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വരുന്നത് തന്നെ. ആ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടും അവരെ തിരിഞ്ഞു നോക്കുന്നില്ല. എൻ്റെ ഒരു സംശയമാണ് ഞാൻ ചോദിക്കുന്നത്, ഗവൺമെൻറ്റിനോടുള്ള സംശയമാണ്. എന്തിനാണ് നിങ്ങൾക്ക് ആ ഒഴിവുകളുള്ള തസ്തികകളിൽ ഇത്തരത്തിൽ പരീക്ഷ നൽകി അവരെ കയറ്റാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്തിനാണ് ഈ PSC പരീക്ഷകൾ വയ്ക്കുന്നു എന്നൊരു സംശയം കേരള ജനതയ്ക്ക് മൊത്തത്തിലുള്ള ആ ഒരു സംശയമാണ് ഞാനും നിങ്ങളോട് ചോദിക്കുന്നത്. എങ്കിൽ ഇവിടെ കേരളത്തിൽ ഒഴിവുകളില്ല, പല തസ്തികകളിലും വേണ്ടപ്പെട്ട ഒഴിവുകളില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ പരീക്ഷ നിങ്ങൾ വയ്ക്കുന്നത്? എത്രമാത്രം കോടിക്കണക്കിന് രൂപയുടെ ചിലവാണ് ഒരു PSC പരീക്ഷ വയ്ക്കുമ്പോൾ എന്ന് പല മാധ്യമങ്ങളിലും ചർച്ച ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും യുവാക്കളുടെ ആശങ്ക, യുവാക്കളുടെ ബുദ്ധിമുട്ടുകൾ, യുവാക്കളുടെ കഷ്ടപ്പാടുകൾ, ഒരു കുടുംബത്തിൻ്റെ അത്താണിയാവാൻ കഴിയുന്ന ആ യുവാക്കൾ, അത് ഏത് രാഷ്ട്രീയ പാർട്ടികളിലും ആവട്ടെ, ഞാൻ അത്തരത്തിലൊന്നും പോകുന്നില്ല, ഏത് രാഷ്ട്രീയ പാർട്ടി. ഇപ്പം ഞാൻ പറയുന്നു, ഞങ്ങളിപ്പോൾ BJPയുടെയും യുവമോർച്ചയുടെയും ശക്തമായ സമരങ്ങൾ ചെയ്ത് അതിൻ്റെ ഫലം കാണുന്നത് ചിലപ്പം കമ്മ്യൂണിസ്റ്റുകാർക്കായിരിക്കാം, ചിലപ്പോൾ അത് കോൺഗ്രസ്സുകാർക്കായിരിക്കാം. ഞങ്ങളൊരൊറ്റ കാര്യം മാത്രം, അവിടെ കമ്മ്യൂണിസ്റ്റ് എന്നോ കോൺഗ്രസ് എന്നോ മറ്റു ജാതി മതസ്ഥരെന്നോ ഒന്നും ഞങ്ങൾ ചിന്തിക്കുന്നില്ല. ഞങ്ങളുടെ ഒരൊറ്റ വിഷയം മാത്രമേ ഉള്ളൂ, PSC കഷ്ടപ്പെട്ട് പഠിച്ച് എഴുതിയ കുട്ടികൾക്ക് അർഹമായിട്ടുള്ള അവരെഴുതിയ വിജയത്തിൻ്റെ ജോലികളിൽ അവരെ കയറ്റുക. അതല്ല എന്നുണ്ടെങ്കിൽ ഈ PSC പരീക്ഷ നടത്തി ആ തെരുവ് നാടകം നിങ്ങൾ ഒഴിവാക്കുക.
തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വലിയ സമരപരിപാടികൾ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ മനു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങ് പാറശാല മുതൽ അങ്ങ് കാസർഗോഡ് വരെയും ആ സമരമുഖങ്ങൾ നടക്കുന്നു. അത്തരത്തിലെ സമരമുഖത്തിൻ്റെ തുടർച്ചയെന്നോണം ഇന്ന് തിരുവനന്തപുരം സൗത്ത് ജില്ലാ കമ്മിറ്റി എന്ന് പറയുമ്പോൾ പാറശാല, നെയ്യാറ്റിൻകര, കോവളം, കാട്ടാക്കട, അരുവിക്കര ഈ ഒരു 5 മണ്ഡലങ്ങളിലെ പ്രവർത്തകർ ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടക്കുമ്പോൾ പാറശാലയിൽ നിന്ന് ഞാനടക്കമുള്ള ആൾക്കാർ ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തുകയാണ്. തീർച്ചയായിട്ടും ഇത് കേരള സമൂഹം കേരള ജനങ്ങൾ ഒറ്റുനോക്കുന്ന വലിയൊരു സമരമാണ്. ആ സമരത്തിന് എല്ലാവരുടെ പ്രാർത്ഥനയും പിന്തുണയും ആ കുട്ടികൾക്കും ഞങ്ങൾക്ക് യുവമോർച്ച പ്രവർത്തകർക്കും ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും കഷ്ടപ്പെട്ട് പഠിച്ചവർക്കൊക്കെ ആ ജോലി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇന്നത്തെ സമരമുഖത്തേക്ക് ഞങ്ങൾ ഇറങ്ങുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ സമരമുഖത്തേക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങുമ്പോൾ അവിടെ ചിലപ്പോൾ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് അക്രമം ഉണ്ടാകാം, പരിക്കുകൾ പറ്റാം, അറസ്റ്റ് വരിക്കാം. ഇതൊക്കെ ഇവിടെ കഷ്ടപ്പെട്ട് പഠിച്ച യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആ സമരമുഖത്തെ വിട്ടു പോവുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പിന്തുണ ഉറപ്പായിട്ടും എല്ലാ ജനവിഭാഗങ്ങളുടെയും പിന്തുണ ഈ ഒരു സമരത്തിനുണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം.